വെൽക്കം ടു എജുപോഡ്. ലിബാൻ സാറാണ് മക്കളെ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ +1 അടിച്ചു പൊളിച്ച് പഠിച്ചു. ഇപ്പോൾ നിങ്ങളുടെ 2 മാസം ഉണ്ടാവില്ല, ഏകദേശം 1.5 മാസത്തെ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വെക്കേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആർമാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ട്രിപ്പ് പോവുക, ബീച്ചിൽ പോവുക, മാളിൽ പോവുക, കറങ്ങാൻ പോവുക, ഫാമിലി ഫ്രണ്ട്സിലൊക്കെ പോവുക, ഫിലിം കാണുക, ഫുഡ് കഴിക്കുക. സോ നിങ്ങളുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സോണാണ്. പക്ഷേ അതിലേക്ക് നിങ്ങളോടൊരു സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ആ സോണിലേക്ക് പ്രവേശിക്കുകയാണ്. മക്കളെ, SSLC കഴിഞ്ഞ് +1 എത്തിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം SSLCയേക്കാൾ എത്രയോ ഡിഫിക്കൽട്ടായിരിക്കും +1 അല്ലേ. സോ നിങ്ങളത് അനുഭവിച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെ +1 നിന്ന് നിങ്ങൾ ഇനി +2 പഠിക്കാൻ വേണ്ടി പോവാണ്. അതേ സ്ട്രാറ്റജി തന്നെയാണ്. SSLC നിന്ന് +1 അത്ര ദൂരം +1 നിന്ന് +2 സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഈ വരുന്ന 22-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 7 മണിക്ക് എജുപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ നമ്മൾ വരുന്നുണ്ട്. ഞാനും നമ്മുടെ അജാസ്കയും നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ വരുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെ നമുക്ക് +2 പഠിക്കാം, +2 പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കരിയറിലും ഭയങ്കരമായ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേഷണൽ ടിപ്സ് ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൊമേഴ്സ് പഠിക്കുന്ന ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അവർ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യം 7:30 എജുപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എത്തണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ +1 പഠിച്ച പോലെയല്ല, +2 കുറച്ച് അധികം പഠിക്കാനുണ്ട്, പ്രാക്ടിക്കൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെൻഷൻസിലേക്ക് എന്ത് ചെയ്യും നമ്മൾ കിടക്കും. കാരണം +2 കഴിഞ്ഞാൽ ഇനി എന്ത് പഠിക്കണം, കാരണം നമ്മളൊരു ഇനിയൊരു പെർട്ടിക്കുലർ കോഴ്സ് എടുക്കേണ്ടി വരും. സോ അതെങ്ങനെ എടുക്കണം, എൻ്റെ കഴിവുകൾ എന്താണ് തുടങ്ങിയുള്ള ഒരുപാട് അനവധി അലട്ടലുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. സോ ആ ഒരു ടെൻഷൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ +2 പഠിക്കുക. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പഠിക്കാനുള്ള ടെൻഡൻസിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. സോ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് +2 ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. മാത്രമല്ല +2 മാർക്ക് ബേസ് ചെയ്തൊരു മാർക്കല്ല, +2 സിലബസ് ആണ് നമ്മുടെ CUT എൻട്രൻസിനടക്കം ഒരുപാട് ഏരിയകളിൽ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് +2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ 20 സെക്കൻഡിന് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളുണ്ടായില്ലേ?